നേതാവെന്നത് ഒരു അധികാരമല്ല, ഉത്തരവാദിത്വമാണ്. അങ്ങനെ ഒരുപാട് നേതാക്കന്മാരുടെ നേതാവ്, ലീഡർ ശ്രീ കെ കരുണാകരൻ. അദ്ദേഹത്തിന്റെ മകൻ ശ്രീ കെ മുരളീധരന്റെ വീട്ടില് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടൊപ്പമാണ് ഞാനിപ്പോൾ ഉള്ളത്. വിമർശനം വീടിൻ്റെ അകത്ത് തന്നെയാണ് അധികം ഉണ്ടാവാറ്. പുറത്തുള്ളവർ അങ്ങനെ വിമർശിക്കാറില്ല, അകത്താണ് വിമർശനം കൂടുതൽ ഉണ്ടാവാറ്. ഫാദറായപ്പോൾ ഒരു കുഴപ്പം എന്താന്ന് പറഞ്ഞാൽ ഇവരുടെ കൂടെ തന്നെ കൂടുതൽ സമയം കഴിയണം എന്നുള്ളൊരാഗ്രഹം. പെണ്ണാണലൊക്കെ വന്നപ്പോൾ അത് ഇന്നും ഞാൻ ഓർക്കുന്നു. ആ ഒരു ആങ്സൈറ്റി ഇപ്പോഴും അത് എൻ്റെ മനസ്സിലിങ്ങനെ. അച്ഛനൊക്കെ നമ്മൾ ഫാമിലി ഇതായിട്ട് പെണ്ണാണൊക്കെ ഇപ്പം അച്ഛനൊക്കെ ആദ്യമായിട്ട് കാണുമ്പോൾ ഞാൻ ഈ ടി വിയിലല്ലേ കണ്ടിട്ടുള്ളൂ. ഇപ്പം ആദ്യമായിട്ടൊക്കെ കാണുമ്പോൾ ദൈവമേ ഞാനിനി എന്തു പറയും. ഏത് ഫീൽഡിലിരിക്കുന്നു അതിൽ ഒരു സന്തോഷമായിട്ടിരിക്കാൻ നമ്മൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അത്രേ വിചാരിച്ചിട്ടുള്ളൂ. ഏത് ഫീൽഡിലാണെങ്കിൽ രാഷ്ട്രീയം തിരഞ്ഞെടുത്ത് അതിലെന്ത് ചെയ്യും, നമ്മളെ കൊണ്ട് എന്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെ. രണ്ടുപേർക്കും രണ്ട് ശൈലിയാണ്. ഉമ്മൻചാണ്ടി പൂർണ്ണമായിട്ടും ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ച ആളാണ്. അച്യുതാനന്ദൻ അവർക്ക് വേണ്ടി, അതായത് അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ള ഫീലിംഗ് അവർക്കുണ്ട്. അതിൽ ഉമ്മൻചാണ്ടിയുടെ വ്യത്യസ്ത ശൈലിയാണ്, എല്ലാവരോടും അടുത്ത് ഇടപഴകി അവരുമായിട്ട് ഇഴുകി ചേർന്ന് പ്രവർത്തിക്കും. അച്യുതാനന്ദൻ അങ്ങനെയല്ല, സബ്ജക്റ്റുകൾ നോക്കി പ്രതികരിക്കും. ഒരിക്കലും ഒരു ചിരിച്ച് വർത്താനം പറയുന്നൊരു അച്യുതാനന്ദനെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടിയിരുന്നില്ല എന്നുള്ള ഒരു ചിന്താഗതി അന്നും ഇന്നും ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത്. തിരിച്ചു വന്നതിന് ശേഷമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള പോകേണ്ടിയിരുന്നില്ല, അത്രയും ഗ്യാപ്പ് വന്നു. പൊളിറ്റിക്സിൽ വന്നൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് ഗ്യാപ്പൊരു പ്രധാന ഘടകമാണ്. സാറിന് രാഷ്ട്രീയത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ഭയക്കുന്നൊരു കാര്യം അതെന്തായിരിക്കും? സാധാരണ നമ്മൾ മുകളിലോട്ട് നോക്കരുത്. കാരണം മുകളിലോട്ട് നോക്കിയാൽ നമ്മളെക്കാൾ യോഗ്യതയില്ലാത്ത പലരും അവിടെ കയറിയിരിക്കുന്ന കാണാം. ഞങ്ങളൊക്കെ എല്ലാവരുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ ആയിട്ട് പ്രവർത്തിച്ചവരാണ്. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോൾ പ്രവർത്തനങ്ങളുടെ കൂടെ തന്നെ അതിനേക്കാൾ കൂടുതൽ പബ്ലിസിറ്റി. മുമ്പൊക്കെ ആണെങ്കിൽ കൂടുതൽ വർക്ക് കുറച്ച് പബ്ലിസിറ്റി എന്നുള്ളതായിരുന്നു. ഇന്ന് അങ്ങനെയല്ല, കൂടുതൽ പബ്ലിസിറ്റി കുറച്ച് വർക്ക് എന്നുള്ളൊരു ശൈലിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി കുറേ കഴിഞ്ഞാൽ എന്താണ് സ്വാതന്ത്ര്യ സമരം എന്ന് പോലും ആർക്കും അറിയാത്തൊരു സാഹചര്യം. ഗാന്ധിജിയുടെ പ്രാധാന്യം പോലും അറിയില്ല. ഇപ്പോൾ തന്നെ ഗാന്ധിജിയോട് 1000 നോട്ടിൽ കാണുന്ന ഗാന്ധിജിയോടുള്ള ബഹുമാനം 10 രൂപ നോട്ടിലെ ഗാന്ധിജിയോട് ഇല്ലാത്തൊരു കാലഘട്ടമാണ്. വേറെ ഏതെങ്കിലും ഒരു മേഖലയിൽ സാറിനെ ഇങ്ങനെ ഞങ്ങൾ കണ്ടെത്തുമായിരുന്നു? അല്ല, എനിക്ക് കുട്ടിക്കാലം തൊട്ടേ രാഷ്ട്രീയം കണ്ടു വളർന്ന ഒരാളാണ്. അതുകൊണ്ട് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നു കുട്ടിക്കാലം മുതൽക്ക്. പക്ഷെ ഇങ്ങനെയൊക്കെ എത്തിച്ചേരുന്നൊന്നും വിചാരിച്ചല്ല. അച്ഛൻ എങ്ങനെയെങ്കിലും ഗ്രാൻഡ് ചിൽഡ്രൻ്റെ അടുത്ത് ഒന്ന് സ്പെൻഡ് ചെയ്യാൻ മാക്സിമം ടൈം അച്ഛൻ അതിനു വേണ്ടി ശ്രമിക്കുന്നു. അതാണ് ദുബായിലേക്ക് വിദേശ യാത്ര വരുമ്പോൾ താല്പര്യം ഒന്നും ഉണ്ടാവാറില്ല. പക്ഷെ ദുബായിൽ വരുള്ളതുകൊണ്ട് ഒരു ഡേ നമ്മുടെ ഒപ്പം ഫുൾ ഇങ്ങനെ വലിച്ചു താഴെ ഇടുന്നതൊക്കെ ഒരു എന്താ പറയേണ്ടത്, ഒരു നിയോഗം പോലെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഭാവിയിൽ കിട്ടും. നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഞാൻ പിന്നെ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ തടയില്ല, നേരെ മറിച്ച് ഇല്ലാത്ത താല്പര്യം ഉണ്ടാക്കില്ല. അവർക്ക് ഒരാളുടെ കാര്യം തീരുമാനിക്കേണ്ട അവനവൻ്റെ കാര്യം അവനവൻ തന്നെ തീരുമാനിക്കണം. സൈന സൗത്ത് പ്ലസിൽ അവരും നമുക്കൊപ്പം ചേരുകയാണ്. സ്വാഗതം. നമസ്തേ. സാറിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ളൊരു കാരണം അച്ഛനാണെങ്കിൽ പോലും വരുമ്പോൾ താങ്കളുടേതാകുന്നൊരു ശൈലി, ഒരു വേ പൊളിറ്റിക്സിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തത ഉള്ളത് കൊണ്ട് തന്നെ ആളുകൾ അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തമായൊരു ശൈലി വേണം എന്നുള്ളത് അറിഞ്ഞെടുത്തൊരു തീരുമാനമായിരുന്നോ? അതിന് ഗുണങ്ങളുണ്ടായിട്ടുണ്ട്? അല്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നതാണ്. അല്ലാതെ ഞാൻ ഇന്ന ശൈലിയിൽ പോകണമെന്നൊരു തീരുമാനം ഞാൻ ഇതുവരെ എടുത്തിട്ടുമില്ല. പക്ഷേ എൻ്റേതായൊരു ശൈലി, എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടാവുമല്ലോ. ആ രീതിയാണ് പിന്നീട് ശൈലിയായിട്ട് മാറുന്നത്. അങ്ങനെ മാറിയെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആരെങ്കിലും അനുകരിക്കാൻ നോക്കിയതല്ല. ഇതിൽ അഭിപ്രായങ്ങളൊക്കെ മാം പറയാറുണ്ടോ? ധാരാളം പറയാറുണ്ട്, അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അത്യാവശ്യം വിമർശിക്കാറുമുണ്ട്.
വിമർശനം വീടിൻ്റെ അകത്ത് തന്നെയാണ് അധികം ഉണ്ടാവാറ്. പുറത്തുള്ളവർ അങ്ങനെ വിമർശിക്കാറില്ല, അകത്താണ് വിമർശനം കൂടുതൽ. വിമർശനം കൂടുതൽ ഉണ്ടാവാറ്. ഇപ്പം അച്ഛനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്, അദ്ദേഹം കണ്ണിൽ വെള്ളം വരുന്ന ഒരു അസുഖം ഇല്ലായിരുന്നെങ്കിൽ അദ്ദേഹം നല്ലൊരു ചിത്രകാരനായേനെ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ സാറിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, കാരണം രാഷ്ട്രീയം ആഗ്രഹിച്ച് രാഷ്ട്രീയക്കാരനാവണമെന്ന് ആഗ്രഹിച്ച് വളർന്ന ഒരാളാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇനി അങ്ങനെ അല്ലെങ്കിൽ യാദൃശ്ചികമായാണ് ആ വരവെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മേഖലയിൽ സാറിനെ ഇങ്ങനെ ഞങ്ങൾ കണ്ടെത്തുമായിരുന്നു? അല്ല, എനിക്ക് കുട്ടിക്കാലം തൊട്ടേ രാഷ്ട്രീയം കണ്ടു വളർന്ന ഒരാളാണ്. അതുകൊണ്ട് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നു കുട്ടിക്കാലം മുതൽക്ക് തന്നെ. പക്ഷേ ഇങ്ങനെയൊക്കെ എത്തിച്ചേരുന്നൊന്നും വിചാരിച്ചതല്ല. എത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതെ. സാറിൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ അധികം പബ്ലിക്കായിട്ട് പുറത്തോട്ട് ഞങ്ങൾ കാണാത്തൊരു ഫാമിലിയാണ്. ഇപ്പം അരുണിനെയൊക്കെ ആണെങ്കിൽ പോലും ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. നിങ്ങളുടെ ഫോട്ടോസ് ആണെങ്കിലും ഒന്നും ഭയങ്കര പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ലൈഫ് ലീഡ് ചെയ്യുന്നതാണ്. ഒരിക്കലും ഇങ്ങനെ ഒരു അഫിനിറ്റി വന്നിട്ടില്ലേ? കാരണം ഇത്രയും കേരളത്തിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഫാമിലീസിലൊന്നാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല? അല്ല, ഒരുപക്ഷെ ചിലപ്പോൾ ഞങ്ങൾ അമ്മേൻ്റെ കൂടെയാണ് വളർന്നതൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു കാരണം കൊണ്ടാവാം. ചിലപ്പോൾ നമ്മൾ പറയല്ലോ, നമ്മൾ ആ വീട്ടിൽ നിൽക്കുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർ നമ്മളങ്ങനെ ഇതായിട്ട് കാണാത്തേ. പക്ഷെ ഒരുവിധം പിക്ചറിൽ നമ്മളുണ്ട്, പക്ഷെ നമ്മളാണ് ഇന്ന ആളെന്നുള്ള ആർക്കും അറിയാത്തതുകൊണ്ടായിരിക്കും. കാരണം നമ്മൾ പറയല്ലോ, ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളൊരു ഇതുണ്ടല്ലോ. നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ഓക്കെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏതൊരാൾ അവിടെ വന്ന് നിൽക്കുന്നു എന്നാണ് പൊതുവെയുള്ള ധാരണ. ഇന്നയാളുടെ മക്കളാണ് അവർക്ക് അറിയില്ല, അത്രയേ ഉള്ളൂ. രക്തത്തിൽ പൊളിറ്റിക്സ് ഉള്ളതാണ്, ആളുകളോടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ഒക്കെ നിങ്ങളുടെ രക്തത്തിലുള്ളതാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് തടഞ്ഞു നിർത്തുന്നത്? അല്ല, കമ്മിറ്റ്മെൻറ്റ് നമ്മൾ എവിടെയും തടഞ്ഞിട്ടില്ല. കമ്മിറ്റ്മെൻറ്റ് അന്നും ഇന്നും എന്നും ഒരേപോലെ തന്നെ ഉണ്ടാവും. മുന്നിലോട്ട് വന്നു നിന്നില്ല എന്നുള്ളത് മാത്രം. അതെ, കറക്റ്റ്. കാരണം നമ്മളതിന് പൊളിറ്റിക്സ് നമ്മളിതായിട്ട് ചൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു സംഭവം നമ്മളാൽ കഴിയുന്നത് പോലെ ഞങ്ങളെ ലിമിറ്റഡ് സ്പേസിൽ ഞങ്ങളിതായിട്ട് ചെയ്യുന്നു. അത് പുറത്തേക്ക് ഇതാക്കിയിട്ടൊന്നുമില്ല. സാറിൻ്റെ പൊളിറ്റിക്കൽ കരിയർ ഞാൻ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം ഒരു 2005 തൊട്ട് 2011 വരെയുള്ള ഒരു കാലഘട്ടം പൊളിറ്റിക്കൽ കരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ വിവാദങ്ങളുടെ ഒരു കാലഘട്ടമാണെന്നാണ് പുറത്തുനിന്ന് ഒബ്സർവ് ചെയ്യുന്നത് എനിക്ക് തോന്നാറ്. പക്ഷെ നമ്മളെപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ആ സമയത്ത് ശരിയെന്ന് തോന്നുന്നതാണ്. മനുഷ്യരങ്ങനെയാണ്. പക്ഷെ സാർ ആ ഒരു കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഡു യു റിഗ്രറ്റ് ഏതെങ്കിലും ഒരു തരത്തിൽ അതിലൊരു വേണ്ടായിരുന്നു ഒരു ചിന്ത വരാറുണ്ട്? അതായത് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടിയിരുന്നില്ല എന്നുള്ള ഒരു ചിന്താഗതി അന്നും ഇന്നും ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത്. പക്ഷേ അതൊക്കെ കുറേ ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് പിന്നീട് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഇത്രയും കാലത്തെ എടുത്തു കഴിയുമ്പോൾ ഒരു പക്ഷേ നമ്മൾ റിഗ്രറ്റ് ചെയ്യുന്ന പല ഡിസിഷൻസ് ഉണ്ടാവാം. അതിൽ ഒരു വലിയ ഒരു പങ്ക് പേഴ്സണൽ പ്രൊഫഷണൽ ലൈഫ് ഒരുമിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാലഘട്ടത്തിന് സാറിന് അങ്ങനെ തോന്നാറുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടിയിരുന്നില്ല എന്നുള്ള ചിന്താഗതി അന്നും ഇന്നും ഉണ്ട്. അന്നും ഇഷ്ടമായിട്ട് പോയതല്ല, ഒരു സാഹചര്യങ്ങൾ പെട്ട് പോകേണ്ടി വന്നതാണ്. പിന്നീട് തിരിച്ചു വന്നതിന് ശേഷം അതാ ഞാൻ പറഞ്ഞത്, തിരിച്ചു വന്നതിന് ശേഷമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള പോകേണ്ടിയിരുന്നില്ല. അത്രയും ഗ്യാപ്പ് വന്നു. പൊളിറ്റിക്സിൽ വന്നൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് ഗ്യാപ്പൊരു പ്രധാന ഘടകമാണ്. പിന്നെ എന്തോ ഭാഗ്യവശാൽ ജനങ്ങളുമായിട്ട് അടുത്ത് ബന്ധമുള്ളത് കൊണ്ട് ആ ഗ്യാപ്പിനെയൊക്കെ ഒരു പരിധി വരെ കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സാർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഏറ്റവും ഭയക്കുന്നത് ഏകാന്തതയാണ്. ഏതൊരു രാഷ്ട്രീയക്കാരനെ കുറിച്ച് പറഞ്ഞാലും അവരുടേതാകുന്ന പേടികളുണ്ട്, ഒരു ഡൗൺഫോൾ കാലഘട്ടമുണ്ട്, അവർക്ക് ഇൻക്ലിനേഷൻസ് ഉണ്ട് പല പാർട്ടീസിലോട്. അപ്പം സാറിന് രാഷ്ട്രീയത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ഭയക്കുന്ന ഒരു കാര്യം അതെന്തായിരിക്കും? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ രാഷ്ട്രീയത്തിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടാവാം. അത് അതിൻ്റെ സ്വാഭാവികമാണ്. കാരണം ഒരു ഉയർച്ചയ്ക്ക് ഒരു താഴ്ചയുണ്ടാവും, ഒരു താഴ്ചയ്ക്ക് ഉയർച്ചയുണ്ടാവും. അപ്പോൾ നമ്മൾ അതിൽ അങ്ങനെ ഒരു വറീഡായിട്ട് കാര്യമില്ല. കാരണം നമ്മളെപ്പോലെ തന്നെ അതിനേക്കാൾ കഴിവുള്ള എത്രയോ ആളുകൾ ഈ അവസരമൊന്നും കിട്ടാതിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, സാധാരണ നമ്മൾ മുകളിലോട്ട് നോക്കരുത്. കാരണം മുകളിലോട്ട് നോക്കിയാൽ നമ്മളെക്കാൾ യോഗ്യതയില്ലാത്ത പലരും അവിടെ കയറിയിരിക്കുന്ന കാണാം. അപ്പോൾ നമുക്കൊരു ടെൻഷനാവും. അത് നേരെ വെച്ച് താഴേക്ക് നോക്കുമ്പോൾ നമ്മളെക്കാൾ യോഗ്യരായിട്ടുള്ളവർ താഴെ കാണും. അപ്പോൾ നമുക്ക് തോന്നും ഞാനൊക്കെ എത്രയോ ഭാഗ്യവാനാണ്, അവർ കണ്ട് എന്നേക്കാൾ കഴിവുണ്ടായിട്ട് പോലും വരെ താഴെ തട്ടിൽ നിൽക്കുന്നു. അപ്പം അങ്ങനെയാണ് പറഞ്ഞത്, ഒരിക്കലും മുകളിലോട്ട് നോക്കുന്നതിന് വരെ താഴേക്ക് നോക്കുക. ആ ശൈലിയാണ് ഞാൻ എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പം ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പം നമ്മുടെ കൂടെയില്ല, VS അച്യുതാനന്ദൻ സാർ നമ്മുടെ കൂടെയില്ല. അപ്പോൾ ഇവരുടെ പൊളിറ്റിക്കൽ ലൈഫിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യം, ഈ സ്വരച്ചേർച്ചകളും പ്രശ്നങ്ങളും പ്രതിപക്ഷത്തെക്കാളേറെ സ്വന്തം പാർട്ടിക്കുള്ളിലാണ് അസ്വാരസ്യങ്ങളും പ്രശ്നങ്ങളും. ഇവർ ഫൈറ്റ് ചെയ്യേണ്ട വന്നതെല്ലാം
പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ആളുകളുമായിട്ടാണ് അവർക്കത് വേണ്ടി വന്നത്. അവരുടെ രണ്ടുപേരുടെയും കൂടെ സാർ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. ആ അവരുടെ ഓർമ്മകൾ എങ്ങനെയാണ് സാർ? അല്ല, രണ്ടുപേർക്കും രണ്ട് ശൈലിയാണ്. ഉമ്മൻചാണ്ടി പൂർണ്ണമായിട്ടും ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ച ആളാണ്. അച്യുതാനന്ദൻ അവർക്ക് വേണ്ടി, അതായത് അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ള ഫീലിംഗ് അവർക്കുണ്ട്. രണ്ടുപേരും പെരുമാറ്റത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഉമ്മൻചാണ്ടി വളരെ പ്രസൻ്റ് ആയിട്ടുള്ള നേച്ചറായിരിക്കും. അച്യുതാനന്ദൻ്റെ മുഖം നോക്കുമ്പോൾ വളരെ ടഫായിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ എങ്കിലും രണ്ടുപേർക്കും ജനങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. അതാണ് രണ്ടുപേരുടെയും ശവസംസ്കാര ചടങ്ങുകളിലെ ജനക്കൂട്ടം അതിൻ്റെ ഒരു ഉദാഹരണമാണ്. അതിൽ ഉമ്മൻചാണ്ടിയുടെ വ്യത്യസ്ത ശൈലിയാണ്, എല്ലാവരോടും അടുത്ത് ഇടപഴകി അവരുമായിട്ട് ഇഴുകി ചേർന്ന് പ്രവർത്തിക്കും. അച്യുതാനന്ദൻ അങ്ങനെയല്ല, സബ്ജക്റ്റുകൾ നോക്കി പ്രതികരിക്കും. അപ്പോൾ ആ സബ്ജക്റ്റ് നോക്കി പ്രതികരിക്കുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കൾ അവർ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വെച്ച് പൂജിച്ചിരുന്നു. അതാണ് വ്യത്യാസം. അല്ലാതെ ഒരിക്കലും ഒരു ചിരിച്ച് വർത്താനം പറയുന്നൊരു അച്യുതാനന്ദനെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാൽ കാര്യങ്ങൾ അതിൻ്റേതായ രീതിയിൽ സംസാരിക്കാറുണ്ട്. അതുപോലെ പാർട്ടിയിലോട്ട് വരികയാണെങ്കിൽ ഇപ്പം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി, ഞാൻ പറഞ്ഞു ഒരുപാട് കോൺഗ്രസ്സുകാരും അവരെ അനുഭാവികളെയും ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് ചുറ്റും. അപ്പം അതിൽ ഞാൻ പണ്ട് തൊട്ടേ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, അവരുടെ വസ്ത്രധാരണ രീതിയാണെങ്കിലും അഗ്രസീവ്നെസ് ആണെങ്കിലും കോൺഗ്രസ് എന്ന പാർട്ടിയോട് ആൾക്കാർക്ക് ഏറ്റവും ഒരു അടുപ്പം വരുന്നത് ഒരു ശാന്ത സ്വഭാവമാണ്. പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കോൺഗ്രസിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. കാലം മാറുമ്പോൾ ആളുകളുടെ മനോഭാവത്തിൽ വരുന്നൊരു മാറ്റമാണോ, അതോ അതിന് മുകളിലിരിക്കുന്ന ആളുടെ ചിന്താഗതി, അവരുടെ ശൈലി മൊത്തം പാർട്ടിയിൽ പ്രതിഫലിക്കുന്നതാണോ? അതെന്താണ് അതിൻ്റെ ശരി? അല്ല, അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. ഒന്ന്, കാരണം കോൺഗ്രസിൻ്റെ ഒരു ശൈലി എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ഒരു ദേശീയ പ്രസ്ഥാനം. അത് പിന്നെ ക്രമേണ വളർന്ന് ജനങ്ങളുമായിട്ട് വളരെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. പക്ഷേ നമുക്കറിയാം, ഒരു കാലം കുറേ കഴിയുമ്പോൾ അതിലൊക്കെ മാറ്റം വരും. ഇപ്പോൾ കോൺഗ്രസ്സിലെ തലമുറ എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമുള്ള തലമുറ, അവരൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരാണ്. അപ്പം ഞാനൊക്കെ എൻ്റെ പിതാവ് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. പല സ്വാതന്ത്ര്യ സമര സേനാനികളെ ആദരിക്കുന്ന ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അന്നത്തെ ഒരു ശൈലിയൊക്കെ ഞാൻ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് കുറേയൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങളെ ബാധിക്കും. നേരെ മറിച്ച് അടുത്ത തലമുറ, ഇപ്പം എൻ്റെ മക്കളുടെയൊക്കെ തലമുറയാണെങ്കിൽ ഇവർ സ്വാതന്ത്ര്യ സമര സേനാനികളെയും കണ്ടിട്ടില്ല, അവരുമായിട്ട് ബന്ധപ്പെടേണ്ട അവസരങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ അവർക്കൊരു പ്രത്യേക ശൈലിയായിരിക്കും. ഇനി കുറേ കഴിഞ്ഞാൽ എന്താണ് സ്വാതന്ത്ര്യ സമരം എന്ന് പോലും ആർക്കും അറിയാത്തൊരു സാഹചര്യം വരും. ഗാന്ധിജിയുടെ പ്രാധാന്യം പോലും അറിയില്ല. ഇപ്പോൾ തന്നെ ഗാന്ധിജിയോട് 1000 നോട്ടിൽ കാണുന്ന ഗാന്ധിജിയോടുള്ള ബഹുമാനം 10 രൂപ നോട്ടിലെ ഗാന്ധിജിയോട് ഇല്ലാത്തൊരു കാലഘട്ടമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊക്കെ ചരിത്ര പഠനത്തിലുള്ള നമ്മുടെ പോരായ്മയാണ്. അതാണ് ഇന്നത്തെ യങ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ഒരു ഹൈടെക് യുഗം കണ്ട് വളരുന്നവരാണ്. അവർ പഴയ കാര്യങ്ങളെക്കുറിച്ചിട്ട് പഠിക്കാനോ ചിന്തിക്കാനോ അവർക്ക് അവസരങ്ങളില്ല. അപ്പോൾ നമ്മുടെ ചരിത്രം തന്നെ പരിശോധിച്ചാൽ ചരിത്രം ഒരു നിർബന്ധ വിഷയമല്ല നമ്മുടെ പാഠ്യപദ്ധതിയിൽ. അതുകൊണ്ട് തന്നെ എന്താണ് സ്വാതന്ത്ര്യ സമരം കുറേ കേട്ടിട്ടുണ്ട്. മറ്റേ ഇന്ത്യ 200 വർഷം ബ്രിട്ടൻ്റെ അടിമയായിരുന്നു, അതിനുശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നൊക്കെ അറിയുന്നതല്ലാതെ അതിനെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കാനോ സ്റ്റഡി നടത്താനോ പലരും തയ്യാറാവില്ല. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഇന്നത്തെ ഒരു ഹൈടെക് ശൈലിയാണ് ഉണ്ടാവുക. അതിൽ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. കാരണം ഒരേ നേച്ചറിൽ തന്നെ ഒരിക്കലും മുന്നോട്ട് പോവില്ല. കുറേ മാറ്റങ്ങൾ ഉണ്ടാവും, എന്നാൽ പാർട്ടിയുടെ ആശയങ്ങളിൽ മാറ്റമില്ല. തലമുറകൾ വരുമ്പോൾ കുറേ പ്രവർത്തന ശൈലിയിൽ മാറ്റങ്ങളുണ്ടാവും. ഇപ്പോൾ റീൽസിൻ്റെയൊക്കെ കാലം, മുമ്പ് അങ്ങനെയല്ലല്ലോ. ഞങ്ങളൊക്കെ എല്ലാവരുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ ആയിട്ട് പ്രവർത്തിച്ചവരാണ്. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോൾ പ്രവർത്തനങ്ങളുടെ കൂടെ തന്നെ അതിനേക്കാൾ കൂടുതൽ പബ്ലിസിറ്റി. മുമ്പൊക്കെ ആണെങ്കിൽ കൂടുതൽ വർക്ക് കുറച്ച് പബ്ലിസിറ്റി എന്നുള്ളതായിരുന്നു. ഇന്ന് അങ്ങനെയല്ല, കൂടുതൽ പബ്ലിസിറ്റി കുറച്ച് വർക്ക് എന്നുള്ളൊരു ശൈലിയിലേക്ക് മാറിയിട്ടുണ്ട്. അതിപ്പോൾ എല്ലാത്തിലും വന്നിട്ടുണ്ട്, എല്ലാ പ്രസ്ഥാനങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ കാര്യം. പക്ഷേ ഈ യുവതലമുറയെക്കുറിച്ച് പറഞ്ഞ പോലെ ഇപ്പം രണ്ടാം തലമുറ പലർക്കും താല്പര്യമൊന്നും നമ്മൾ പൊളിറ്റിക്സിൽ കാണുന്നില്ല. അതിലുപരി ഈ ഒരു പുതിയൊരു സമൂഹം അവർ പറയുന്ന കാര്യങ്ങൾ, പൊളിറ്റിക്സ് എന്തിനാണ്, ജോലി എടുത്തിട്ടുണ്ടെങ്കിൽ കാശുണ്ടാക്കാം, അത് മതി, ആര് ഭരിച്ചാലും നമുക്കൊന്നുമില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ എന്തിനു വോട്ട് ചെയ്യണം, ഞാൻ എന്ത് വോട്ട് ചെയ്താലും ഈ പാർട്ടി അങ്ങോട്ടും ആ പാർട്ടി ഇങ്ങോട്ടും വരികയാണ്, എനിക്ക് ഗുണമില്ല എന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷെ പരോക്ഷമായിട്ടെങ്കിലും ഇതിന് രാഷ്ട്രീയക്കാർ ഉള്ളവരും ഉത്തരവാദികളാണെന്ന് സാറിന് തോന്നുന്നു? അല്ല, ഞാൻ പറയാം, അത് ജനങ്ങളുമായിട്ട് അടുത്ത് ബന്ധപ്പെടുന്നവരോട് ജനത്തിന് എപ്പോഴും താല്പര്യം ഉണ്ടാവും. നേരെ മറിച്ച് നമ്മൾ ഒരു ഷോ വർക്ക് മാത്രം കാണിക്കുകയും
ഇപ്പോൾ ഇലക്ഷന് വരുന്നു, വോട്ട് ചോദിക്കുന്നു, ജയിച്ചു പോകുന്നു. പിന്നീട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ജനത്തിന് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്നത്. നേരെ മറിച്ച് നമ്മൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, പക്ഷെ എല്ലാ കാര്യവും നടക്കില്ല. അപ്പോൾ നമുക്കറിയാം, ഏത് ഭരണകർത്താവ് വിചാരിച്ചാലും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ ആ ലിമിറ്റേഷൻ്റെ അകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ അംഗീകാരം ഉണ്ടാവും. ഇപ്പോൾ ഞാൻ പറയാം, ഞാനിവിടെ MLA ആയിരുന്ന കാലത്ത് ഇതുപോലെ ഒരു യങ് ജനറേഷനിലെ ഒരു കുട്ടി എന്നെ ഫോണിൽ വിളിച്ചു. ഒരു പ്രതീക്ഷയില്ലാണ്ട് വിളിച്ചതാണ്. കുട്ടിയുടെ വീടിൻ്റെ അവിടെ എന്താണ് മറ്റേ പൈപ്പ് പൊട്ടിയിരിക്കുന്നു, ആരും തിരിഞ്ഞു നോക്കുന്നില്ല, എല്ലാവരെയും വിളിച്ചു. MLAയുടെ നമ്പർ കണ്ടിട്ട് എന്നെ വിളിച്ചതാണ്. അപ്പോൾ ഞാൻ അന്ന് ഇവിടെ MLA ആണ്. ഞാൻ പിന്നെ ഉടനെ തന്നെ ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ച് അവിടെ പോയി അത് റിപ്പയർ ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെയൊന്നുമല്ല രാഷ്ട്രീയക്കാരെ വിചാരിച്ചിരുന്നത്. ഞാൻ ഫോൺ വിളിച്ചപ്പോൾ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, പക്ഷേ അങ്ങ് വന്നു, ഇവിടെ വന്ന് കാര്യങ്ങൾ കേട്ടു. അപ്പോൾ അവരുടെ ഒരു അതുവരെ ഉണ്ടായിരുന്നൊരു മനോഭാവത്തിന് മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പ്രവർത്തിക്കുന്ന നമ്മൾ വിചാരിച്ചാൽ കുറേയൊക്കെ മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്ന് വിചാരിച്ച് എല്ലാ കാര്യങ്ങളും നടന്നോളണമെന്നില്ല. ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു എന്നുള്ളൊരു ബോധ്യം ജനത്തിനുണ്ടായാൽ അവർ താല്പര്യം കാണിക്കും തീർച്ചയായിട്ടും. കൂടുതൽ കാഴ്ചകളും കുറച്ച് പ്രവൃത്തികളും പോലെ, പക്ഷെ ഇപ്പോൾ കാഴ്ചകളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുകയല്ലേ. അതായത് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവരിലോട്ടും എത്തിക്കണം, അതും ഒരു പ്രഷറായിട്ട് അല്ലെങ്കിൽ അല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊരു ഘടകമായിട്ട് വന്നിട്ടുണ്ട്. ശരിയാണ്. അല്ലെങ്കിൽ നമ്മൾ ചെയ്താൽ പണ്ടൊരു ചൊല്ലുണ്ട്, ഇരുട്ടത്ത് കാല് തടവുന്ന പോലെ ആവുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കേണ്ട ഒരു ചുമതല കൂടെ ഇപ്പോൾ എല്ലാവർക്കും വന്ന് ചേർന്നിരിക്കുക. അതൊരു സുഖകരമായിട്ടുള്ള കാര്യം എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ ചെയ്യേണ്ട ചുമതലകൾ നിർവഹിക്കുക, അതിനിങ്ങനെ നമ്മൾ തന്നെ പബ്ലിസിറ്റി കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ അതൊരു കുറച്ച് ഓക്വേർഡായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കർമ്മ ഇസ് എ ബൂമറാങ് എന്ന് പറയുന്നൊരു സെൻറ്റൻസ് എടുത്താൽ എനിക്ക് തോന്നാറുണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്സിൽ കറക്റ്റായിട്ട് അത് വരും. ഇപ്പം നമ്മൾ വർഷങ്ങളായി ഒബ്സർവ് ചെയ്യുമ്പോൾ ഒരു നിര നേതാക്കന്മാർ അവിടെ ഉണ്ടാവും, ഒരു യുവനിര വരുന്നു, അവരൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു, അവർ വലിച്ച് താഴെ ഇടുന്നു, അതിനുശേഷം വേറൊരു നിര വരുന്നു, ഇവർ അവിടെ ഇരിക്കുമ്പം അവരെ വലിച്ച് താഴെ ഇടുന്നു. ശരിക്കും ഒരു സൈക്കിൾ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ഒരു സർക്കിൾ പോലെ. അപ്പോൾ ഇത് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് സാറിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ ഒരു ഇങ്ങനത്തെ ഒരു സർക്കിൾ അതിനൊരു ബ്രേക്ക് ചെയ്യണം, അതിനൊരു സൊല്യൂഷൻ, അങ്ങനെയൊക്കെ ആലോചിക്കാറുണ്ടോ? ഇങ്ങനെ വലിച്ചു താഴെ ഇടുന്നതൊക്കെ ഒരു എന്താ പറയേണ്ടത്, ഒരു നിയോഗം പോലെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഭാവിയിൽ കിട്ടും, അത് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ വലിച്ച് താഴെ ഇടാതെ നോക്കിയാൽ നമ്മൾ ആരെയും, ഞാൻ പറയാം, നമുക്കൊരു സ്പേസ് ഉണ്ടെങ്കിൽ, നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇപ്പോൾ തന്നെ പുതിയ ആളുകൾ വരുമ്പോൾ ചില ആൾക്കാരൊക്കെ എന്നെ ഭയപ്പെടും, അവർ പുതിയ ആൾക്കാർ വരുന്ന സ്വന്തം സ്ഥാനം പോകും. എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു പ്രവർത്തന ശൈലിയുണ്ട്, അതിൽ കിട്ടുന്ന മതി. അല്ലെങ്കിൽ ഒരാൾ വരുമ്പോൾ നമ്മളെന്തിനാണ് ടെൻഷൻ അടിക്കുന്നതിന്? ഇപ്പോൾ എൻ്റെ പിതാവ് ഒരുപാട് ചെറുപ്പക്കാരെ കൊണ്ടുവന്നിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ പൊസിഷനെക്കുറിച്ച് ഒരു ഭയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് എൻ്റെയും കാര്യം. എന്തിനാണ് പുതിയ ആൾക്കാർ വരുമ്പോൾ നമ്മളെന്തിനാണ് വിമിഷ്ടപ്പെടുന്നതിനാണ്? അവർക്ക് കഴിവുണ്ടെങ്കിൽ അവർ നേടട്ടെ, നമുക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കുകയും ചെയ്യാം. ഇപ്പോൾ ഒരു പുതുതലമുറ കോൺഗ്രസ്സിലേക്ക് വരുന്നുണ്ട്. നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ഒരു പുതുതലമുറ വരുന്നുണ്ട്. സാർ അവരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ അവരുടെ ശൈലി നോക്കാറുണ്ട്. വ്യക്തിപരമായി അവരോട് ഞാൻ കാര്യങ്ങൾ വിളിച്ച് സംസാരിക്കാറുമുണ്ട്. ഏത് ശൈലിയിൽ മാറ്റം വരുത്തണം, അതൊക്കെ ഞാൻ അവരോട് എൻ്റെ ഒരു സീനിയോറിറ്റി വെച്ച് ഞാൻ അവരോട് പറയാറുണ്ട്. കുറേയൊക്കെ അവർ ഉൾക്കൊള്ളാറുമുണ്ട്. അല്ലാതെ അവരൊന്നും മുഖം തിരിഞ്ഞു പോകുന്നവരൊന്നുമല്ല. ഞാൻ അരുണിൻ്റെയും ശബരിനാഥിൻ്റെയും കാര്യങ്ങൾ ഞാൻ ചിന്തിക്കാറുണ്ട്. ഒരിക്കലും പൊളിറ്റിക്സിലോട്ട് നിങ്ങളെ കണ്ടിട്ടില്ല. അപ്പം സാർ അവരോട് ചെറുപ്പത്തിൽ പറഞ്ഞിട്ടുണ്ടോ പൊളിറ്റിക്സ് വഴി വരണ്ട, അതോ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വരാത്തത്? എന്താണ്? അല്ല, ഞാൻ പറഞ്ഞു അത് അവരുടെ താല്പര്യമാണ്. ഞാൻ പറഞ്ഞു താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ തടയില്ല, നേരെ മറിച്ച് ഇല്ലാത്ത താല്പര്യം ഉണ്ടാക്കില്ല. അവർക്ക് ഒരാളുടെ കാര്യം തീരുമാനിക്കേണ്ട അവനവൻ്റെ കാര്യം അവനവൻ തന്നെ തീരുമാനിക്കണം. പൊളിറ്റിക്സിൽ താല്പര്യമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കടന്നു വരാനുള്ള മാർഗങ്ങളുണ്ട്. ഇപ്പോൾ ഞാനും കടന്നു വന്ന അങ്ങനെയാണ്. ഇപ്പോൾ സേവാദളിൻ്റെ ജില്ലാ ചെയർമാനായി, സംസ്ഥാന ചെയർമാനായി, സ്ഥാനാർത്ഥിയായി, MLA MP ആയി. അപ്പോൾ അങ്ങനെയൊക്കെ അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. നേരെ മറിച്ച് ഈ രാഷ്ട്രീയത്തിൽ വരണം എന്നൊന്നും മക്കളോട് പറഞ്ഞാൽ അവർക്ക് താല്പര്യമില്ലെങ്കിൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് താല്പര്യം ഉണ്ടെങ്കിൽ ഞാനായിട്ട് തടയൂല. ഞാൻ 2 മക്കളുടെ കാര്യത്തിൽ അതാണ് ഞാൻ എടുത്തിട്ടുള്ള സമീപനം. മുത്തശ്ശൻ മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ ആൾക്കാർ വീട്ടിൽ വരുന്നു, സാറിനെ ബഹുമാനിക്കുന്നു, പോകുന്ന എല്ലായിടത്തും വരുമ്പം അങ്ങനെ ഒരു ആകർഷണം വളർന്നു വരുന്ന സമയത്തൊക്കെ നമ്മൾ നമ്മുടെ പിതാക്കന്മാരുടെ വീട്ടിലെ പാരമ്പര്യങ്ങളോട് നമ്മൾ ഒരു അഫിനിറ്റി പുലർത്തുന്നവരാണ്. അപ്പം ഒരിക്കലും അരുണിന്
തോന്നിയിട്ടേ ഇല്ല അങ്ങനൊരു ആ ഒരു വഴിയിലൂടെ സഞ്ചരിക്കണം അങ്ങനത്തെ ഒരു തോന്നൽ ഉണ്ടായിട്ടില്ല? ഞാനാണെങ്കിലും ബ്രദറാണെങ്കിലും ഞങ്ങളിത് അഡ്മയർ ചെയ്യുന്ന, ഇപ്പോൾ പറഞ്ഞല്ലോ, ഇവരെ അഡ്മയർ ചെയ്യുന്ന ആൾക്കാരിൽ ഒരാളായിട്ട് ഞങ്ങളും ഇതായിട്ട് അഡ്മയർ ചെയ്ത് നിൽക്കുന്നു എന്നല്ലാതെ ആ ഒരു അഡ്മിറേഷൻ ഞങ്ങൾക്ക് വേണം അങ്ങനെയൊന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടേ ഇല്ല. കാരണം ഞങ്ങൾ സന്തോഷമായിട്ട് നിൽക്കുന്നു. ഓക്കെ, അച്ഛനെയും മുത്തശ്ശനെയും ആൾക്കാർ ആരാധിക്കുന്നു, ഞങ്ങളും നല്ലൊരു ആരാധകരായിട്ട് ആസ്വദിച്ച് ഞങ്ങൾ ഇരിക്കുന്നു. അപ്പോൾ വേറൊരു ചിന്തയോ നമ്മൾ അങ്ങനെയൊന്നും ഈ പറഞ്ഞ പോലെ നമ്മളാരും നിർബന്ധിച്ചിട്ടുമില്ല, നമ്മളൊരു ആ രീതിയിലേക്ക് നമ്മൾ തിങ്ക് ചെയ്തിട്ടില്ല. അതായത് നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമ്പോഴാണല്ലോ നമ്മളൊരു സംഭവം ചൂസ് ചെയ്യുക. അപ്പം അങ്ങനെ എന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമോ അന്ന് മാത്രമേ നമ്മൾ ആ രീതിയിൽ ചിന്തിക്കൂ. അപ്പോൾ ഇപ്പോൾ ഫാമിലി ആയിട്ട് നമ്മൾ ഇതായിട്ട് നിൽക്കുന്നു, ഇവരെ അഡ്മിറേഷനിൽ ഇവരെ അഡ്മയർ ചെയ്തുകൊണ്ട് ഞങ്ങൾ നിൽക്കുന്നു, അത്രയേ ഉള്ളൂ. അതുപോലെ ഇതൊരു പ്രത്യേകതരം ലൈഫാണ്, ഒരു പൊളിറ്റീഷ്യൻ്റെ ലൈഫ് എന്ന് പറയുമ്പോൾ. ഇപ്പം മാം കല്യാണം കഴിക്കുന്ന സമയത്ത് മാമിന് അറിയാം വരുന്ന ഒരു പൊളിറ്റിക്കൽ ഫാമിലിയിലേക്കാണ്, ഒരിക്കലും കൂടെ ഉണ്ടാകാൻ പോണില്ല, രാഷ്ട്രീയ ഫാമിലി ആയിരിക്കും, ഇങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞിട്ട് തന്നെയാണ്. അപ്പം എല്ലാ ഉത്തരവാദിത്തങ്ങളും ഒരുപാടും തന്നെ എടുക്കണം എന്നറിയാമായിരുന്നിട്ടും ആ ഒരു കല്യാണത്തിന് യെസ് പറയാനുള്ള ഒരു റീസൺ എന്തായിരുന്നു? അവർ സന്തോഷമായിട്ട് ഒന്നും ചിന്തിക്കാത്ത അതല്ല, അവർ ഏത് ഫീൽഡിലിരിക്കുന്നു അതിൽ അവർ സന്തോഷമായിട്ടിരിക്കാൻ നമ്മൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അത്രേ വിചാരിച്ചിട്ടുള്ളൂ. ഏത് ഫീൽഡിലാണെങ്കിലും രാഷ്ട്രീയം തിരഞ്ഞെടുത്ത് അതിലെന്ത് ചെയ്യും, നമ്മളെ കൊണ്ട് എന്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെ. അത് പിന്നെ കുട്ടികളും അതെ, അച്ഛനും മുത്തശ്ശനും ഒരു ചീത്ത പേരുണ്ടാവരുത്, അത് കുട്ടിയിലേ അവരുടെ മനസ്സിൽ അങ്ങനെയായിരുന്നു. അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ അവരിങ്ങനെ പിന്നാക്കം ഞങ്ങളെ കാരണം സ്കൂളിലായാലും അവരൊക്കെ പറയും ഇങ്ങനെ ഒരു ഞങ്ങൾ കാരണം അച്ഛനോ ഒരു ആരും ഒരു ചീത്തപ്പേരുണ്ടാവരുത്, അങ്ങനെ ചിന്തയുള്ള രണ്ടുപേരും കേട്ടോ. അതൊരു ദൈവം സഹായിച്ച് അങ്ങനെ, അതുകൊണ്ടായിരിക്കണം അവരങ്ങനെ ഇതായിട്ട് പോയത്. ഹൈ പ്രഷർ ചൈൽഡ്ഹുഡ് ആയിരുന്നു, എന്തെങ്കിലും ചെയ്ത് ടീച്ചർ അടിച്ചാൽ പോലും. അല്ല, ചിലവർക്ക് അറിയണില്ലായിരുന്നു. ടീച്ചേഴ്സൊക്കെ ചിലപ്പം ചില ടീച്ചേഴ്സ് പറയും കുറേ കഴിഞ്ഞിട്ട് 6th 7th എത്തുമ്പോഴാണ് ഇന്നാളുടെ അത്ര പോലെ ഇങ്ങനെ ഒതുങ്ങി ഇരിക്കണമായിരുന്നു അവർ രണ്ടുപേരും. അതൊരു ഭയങ്കര ഇരിപ്പാണല്ലോ. അല്ല, അപ്പോൾ കല്യാണം വരുന്ന സമയത്ത് എഗെയിൻ അപ്പോൾ അടുത്ത തലമുറയുമായ പൊളിറ്റിക്സിലേക്ക്, അപ്പോൾ ആ സമയത്ത് ആതിരയ്ക്ക് പേടിയില്ലായിരുന്നോ? ഞാൻ ശരിക്കും പറഞ്ഞൊരു നോർമൽ ലൈഫ്, ശരിക്കും നോർമൽ ഫാമിലി ഇത് ഒരാളാണ്, ശരിക്കും പക്ക ഒരു മിഡിൽ ക്ലാസ് നോർമൽ ഫാമിലി ഇത്. അപ്പോൾ എനിക്ക് എന്താ ഇങ്ങനൊരു ആലോചന ഇത് ഫസ്റ്റ് ഇത് വന്നപ്പോൾ തന്നെ ഞാൻ ലൈക്ക് ഇതിലേക്ക് ഞാൻ എൻ്റെ അമ്മയോട് തന്നെ, അമ്മ എനിക്ക് എന്ത് പൊളിറ്റിക്സ് ABCD അറിയില്ല, ബേസിക് അറിയാം, ABCD അറിയില്ല എന്ന അങ്ങനെ ഒരു ഇത് ഉള്ളിലൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. എന്താ ഇത് ഇപ്പം എനിക്ക് ആദ്യം ഭയങ്കര ഒരു ഭയമല്ല, നമ്മൾ അറിയില്ല, ഒരു ആങ്സൈറ്റി. ഇപ്പം പെണ്ണാണല്ലോ ഒക്കെ വന്നപ്പോൾ അത് ഇന്നും ഞാൻ ഓർക്കുന്നു, ആ ഒരു ആങ്സൈറ്റി ഇപ്പോഴും അത് എൻ്റെ മനസ്സിലിങ്ങനെ. അച്ഛനൊക്കെ നമ്മൾ ഫാമിലി ഇതായിട്ട് പെണ്ണാണൊക്കെ, ഇപ്പം അച്ഛനൊക്കെ ആദ്യമായിട്ട് കാണുമ്പോൾ ഞാൻ ഈ TV-യിലല്ലേ കണ്ടിട്ടുള്ളൂ, ഇപ്പം ആദ്യമായിട്ടൊക്കെ കാണുമ്പോൾ ദൈവമേ ഞാനിനി എന്തു പറയും. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അമ്മയുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അവിടെ അമ്മമ്മ എല്ലാവരുടെ അടുത്ത് അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈശ്വര വളരെ നോർമലായിട്ട് എല്ലാവരും സംസാരിക്കുന്നതാണ്. ഐ വാസ് വെരി ഹാപ്പി. എല്ലാവരും ഭയങ്കര ഒരു ഹോംലി നേച്ചറായിരുന്നു. എനിക്ക് എൻ്റെ വീട് മിസ് ചെയ്തു എന്നുള്ളതല്ല, കാരണം എനിക്ക് വീട് തിരിച്ച് കിട്ടി. അങ്ങനെ ഒരു ഡിഫറൻസ് എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കണ്ണേട്ടനായിരുന്നെങ്കിലും ഈസ് വെരി ഫ്രണ്ട്ലി, ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ ശരിക്കും ഒരു ഫ്രണ്ട്ലി നേച്ചറായിട്ട് എനിക്ക് എന്തും ഷെയർ ചെയ്യാമെന്നുള്ളൊരു സ്പേസ്, ശരിക്കൊരു മദർലി ഫ്രണ്ട്ലി ഭയങ്കര ഒരു ഇത് അമ്മയുടെ അടുത്താണേലും വളരെ കാം ആൻഡ് ഇത് നമ്മൾ എന്തെങ്കിലും ഇത് തന്നെ പറ്റില്ല എന്നല്ല, വി വിൽ ഡു ഇറ്റ്, നമുക്ക് നോക്കാം, അങ്ങനൊരു നമുക്കൊരു ചാൻസ് അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് തരുന്ന ഒരു ഫാമിലിയാണ്. വളരെ നോർമൽ, വെരി ഹാപ്പി, വെരി ഫ്രണ്ട്ലി ഫാമിലി. കാരണം ഇനീഷ്യലി പറഞ്ഞ പോലെ ആൾക്കും പേടിയുണ്ടായിരുന്നു. കാരണം പൊതുവെ ആള് കാണുമ്പോൾ ഈ സിനിമാല ആ രീതിയിലാണ്. അപ്പോൾ ഒന്നെങ്കിൽ കോമഡി ആയിട്ടാണ് ആള് കാണുക, അല്ലെങ്കിൽ ന്യൂസിൽ വരുന്നവരെ സീരിയസ് ആയിട്ട്. അപ്പൊ അതായിരുന്നു ഇനീഷ്യലി ആൾക്കാർ മനസ്സിൽ അങ്ങനത്തെ അത് ഇങ്ങനെ ഉണ്ടായിരുന്നു, ഈശ്വര ഞാൻ ചിരിക്കരുത്, അല്ലെങ്കിൽ ഞാൻ വിഡിത്തങ്ങളൊന്നും ഞാൻ ചോദിക്കരുത്, ഐ ഷുഡ് നോട്ട് ആസ്ക് എനി ക്വസ്റ്റ്യൻസ് ലൈക്ക് ദാറ്റ്. പക്ഷെ താങ്ക്ഫുള്ളി വെൻ ഐ ടോക്ക് ടു ദം, ശരിക്കും നമ്മൾ നോർമലായിട്ട് ഇത് ടോക്ക് ചെയ്യുന്ന പോലെ, ഇപ്പം വീട്ടിലാണെങ്കിലും ഒക്കെ അത്
എല്ലാം ഒരു സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരു ഫാമിലിയാണ്. അപ്പം അന്നത്തെ പോലെ തന്നെ കല്യാണം കഴിയുമ്പോഴും താങ്കൾ പൊളിറ്റിക്സിലില്ല. എൻ്റെ ക്യൂരിയോസിറ്റി, പക്ഷേ നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. അല്ല, തീർച്ചയായും ഇപ്പോൾ ഞങ്ങളുടെ ഒരു കേസിലാണെങ്കിലും ഞങ്ങളെല്ലാവരും ലിവ് ഇൻ ദ പ്രസൻറ്റ് എന്ന് പറയുമല്ലോ, അതാണ് ഞങ്ങളുടെ ഒരു രീതി. നാളെ എന്താവും ആ ഒരു രീതിയിൽ നമ്മൾ ആരും അത്ര വെറീഡ് അല്ല. ഇപ്പോൾ ചിലപ്പോൾ അച്ഛൻ്റെ ഒരു കാര്യം നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വലിയ ടെൻഷനോ ഒന്നുമില്ലാത്തത് ഒരുപക്ഷെ അതുകൊണ്ടാവും. നാളെ എന്താണെന്നുള്ളതിനെ പറ്റി ഞങ്ങൾ ആരും ചിന്തിക്കുന്നേ ഇല്ല. ഇന്ന് നമുക്ക് എങ്ങനെ ജീവിക്കാം, അത് സന്തോഷമായിട്ട് എങ്ങനെ ജീവിക്കാം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നാളെ ഇതിലേക്കാവുമോ അല്ലെങ്കിൽ നാളെ എന്താവും, നാളെ നമ്മളുടെ കയ്യിലല്ലല്ലോ. അപ്പോൾ ശരിയാണ്, ചിന്തയും കാര്യങ്ങളൊക്കെ ഈ പ്രസൻറ്റിലാണ്. ഞങ്ങളുടെ എല്ലാം പ്രസൻറ്റിൽ ഈ ഒരു കൊക്കൂണിൻ്റെ ഉള്ളിലാണ് ഞങ്ങളതായിട്ട് നിൽക്കുന്നത്. വരുന്ന വഴി ഇനി നാളെ എന്തെന്നുള്ളത് അങ്ങനെ നോക്കാം. അങ്ങനെ തീരെ വെറീഡ് അല്ല. ഇപ്പോൾ ചില ആൾക്കാർ വളരെ വെറീഡ് ആയിരിക്കും, ചില ആൾക്കാർ ഈ പറഞ്ഞ പോലെ ഒട്ടും വെറീഡ് ആയിരിക്കില്ല. അപ്പോൾ വെറീഡ് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ചെയ്യാൻ പറ്റും. മറ്റേത് നമ്മൾ പറയില്ല, ഇന്നത്തെ ദിവസം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അയ്യോ നാളെ എന്താവെന്നും പറഞ്ഞിട്ട് അതിനെപ്പറ്റി ചിന്തിക്കാൻ മാത്രമേ ഇന്നത്തെ ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. അപ്പം അതാണ് ഞാൻ ആളുടെ അടുത്തും പറഞ്ഞത്. ആളും ചോദിച്ച ഒരു ചോദ്യം അതായിരുന്നു, നാളെ ഇറങ്ങുമോ, നമുക്ക് അത് ഇന്ന് ജീവിച്ച് തുടങ്ങാം, എന്നിട്ടല്ലേ നാളെ നമുക്ക് ഇതാക്കാം. പാരമ്പര്യമുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും അതിനൊരു ഇതില്ല. ഇറ്റ്സ് ആഫ്റ്റർ ഹിസ് വിഷ്. സന്തോഷം, സാർ പറഞ്ഞ പോലെ തന്നെ ഒരാൾക്ക് ഇഷ്ടമുള്ള കാര്യം. അതെ, അത് അപ്പം ഞാൻ അതിന് ഒരു അങ്ങനൊരു ആൾക്കൊരു അങ്ങനൊരു ഇൻട്രസ്റ്റ് ഇതിൽ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി 100% ഞാൻ ഒപ്പം ഉണ്ടാവും എന്തായാലും. അങ്ങനെ പിന്നെ ആളുടെ അടുത്തും പറഞ്ഞു, എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന സമയത്ത് മാത്രമേ ഞങ്ങൾ ഇറങ്ങൂ, അതല്ലാതെ ഒരിക്കലും ഞങ്ങൾ ഇതായിട്ട് ഇറങ്ങില്ല. അതും ആളുടെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമാണ്. നാളെ നമുക്ക് നാളെ കാണാന്നുള്ളത്. അതെ, തീർച്ചയായും തീർച്ചയായും. അതെ സാർ, ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ സാർ നല്ലൊരു ഒബ്സർവറും കൂടിയാണ്. സാർ ഈ നേരത്തെ പറഞ്ഞ പോലെ കാലങ്ങളായിട്ട് പൊളിറ്റിക്സ് കാണുന്നയാളാണ്, ചുറ്റുമുള്ളവർ അറിയുന്നവരാണ്, സുഹൃത്ത് ബന്ധങ്ങളിലിരിക്കുന്ന ഒരാളാണ്. അപ്പം നമ്മുടെ ഒരു ടീമിനെ നോക്കുമ്പോൾ പലപ്പോഴും നമ്മളെ എതിരുള്ള ടീമിനെയും കൂടി നമ്മൾ ആ സമയം അത്രയും തന്നെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് പ്രതിപക്ഷത്തേക്ക് നോക്കുമ്പോൾ സാറിന് പേഴ്സണൽ അടുപ്പമുള്ള ഒരു ആളാരായിരിക്കും, അല്ലെങ്കിൽ ഇവൻ കൊള്ളാം, ഇവൻ നമ്മുടെ കൂടെ ആയിരുന്നെങ്കിൽ, നമ്മുടെ കൂട്ടത്തിലായിരുന്നെങ്കിൽ നല്ലതെന്ന് തോന്നുന്ന ഒരാൾ, അങ്ങനെ ഒരാൾ? അങ്ങനെ പ്രത്യേകിച്ചും തോന്നിയിട്ടില്ല. അപ്പോൾ നമ്മുടെയിലേക്ക് വരുന്ന ആരാണെങ്കിലും അവരുടെ കഴിവുണ്ടെങ്കിൽ നമ്മളവരെ ആക്സെപ്റ്റ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. എതിർഭാഗത്തു നിന്ന് പ്രവർത്തിക്കുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയാണല്ലോ, അവരുടേതായിട്ടുള്ള ശൈലിയാണ്. ഇയാൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പാത തിരഞ്ഞെടുത്താണ്. ആ പാതയിൽ നിന്ന് അദ്ദേഹത്തിനെ മാറ്റി കൊണ്ടുവരിക എന്നുള്ള രീതി ശരിയല്ല. അതുകൊണ്ട് അതിനെ നമ്മൾ അംഗീകരിക്കുക, അവരെ കഴിവിനെ അംഗീകരിക്കുക. അതേസമയത്ത് അവരെ മാറ്റിക്കൊണ്ടുവരാനല്ല നോക്കേണ്ടത്. അവരുടെ കാര്യം അവർ തീരുമാനിക്കട്ടെ. അങ്ങനെ എനിക്ക് ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഒരു പുതു തലമുറ, ഇപ്പം ചാണ്ടി ഉമ്മനാണെങ്കിലും രാഹുൽ ആണെങ്കിലും, അപ്പോൾ അവരെല്ലാം അങ്ങനെ ഒരു പുതിയ തലമുറ വരുന്നുണ്ട്. ഒരു മുതിർന്ന നേതാവെന്ന നിലയിൽ താങ്കൾ അവരെ കാണാറുണ്ട്, അവരുടെ രീതികൾ കാണാറുണ്ട്, അവരുടെ അച്ചീവ്മെന്റ്സ് കാണാറുണ്ട്, ഇനിയും ഉയരങ്ങൾ എത്താനുണ്ടെന്ന് താങ്കൾക്ക് അറിയുകയും ചെയ്യാം. അപ്പം അങ്ങനെയുള്ള അവർക്ക് ഒരു മുതിർന്ന നേതാവ് എന്ന നിലയിൽ കൊടുക്കുന്ന ഉപദേശം അതെന്താ? ഞാൻ അവരോട് കാര്യങ്ങൾ പറയാറുണ്ട്. കാരണം നല്ല ചെയ്യുമ്പോൾ നല്ല കാര്യങ്ങൾ അഭിനന്ദിക്കാറുണ്ട്, എന്നാൽ പാളിച്ചകൾ പറ്റുമ്പോൾ തിരുത്തണം എന്ന് പറയാറുണ്ട്. അപ്പോൾ അവരൊക്കെ ആ കാര്യത്തിലൊക്കെ മുതിർന്നവർ ഉപദേശം കേൾക്കുന്നവർ തന്നെയാണ്, അല്ലാതെ ഒരിക്കലും ഒരു ധിക്കാരികളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മളൊരു നിർദ്ദേശം പറയുമ്പോൾ അവരെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അവരൊക്കെ നന്നായിട്ട് ജോലി എടുക്കുന്നുണ്ട്. അടി കൊള്ളുന്നവർ പറഞ്ഞില്ലേ, സമരം ചെയ്ത് അടി കൊള്ളുന്ന ഇപ്പോൾ ചെറുപ്പക്കാരാണല്ലോ. ഞങ്ങളാരും അടിയൊന്നും കൊണ്ടിട്ടൊന്നും ഇല്ലല്ലോ. ഇവർക്ക് അങ്ങനെയല്ല, ഇവരൊക്കെ നന്നായിട്ട് അധ്വാനിക്കുകയും തല്ലുകൊള്ളുകയും ചെയ്ത് വളർന്നു വരുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് പറ്റുമ്പോൾ അതിനെ നമ്മൾ തിരുത്തിക്കുകയാണ് വേണ്ടത്, അല്ലാതെ യങ് ജനറേഷൻ മുഴുവൻ അടച്ചു കുറ്റം പറയുന്ന രീതി ഒട്ടും ശരിയല്ല. ഒരുപാട് ട്രോളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ സാറിന് മാത്രമല്ല, പൊളിറ്റിക്സിലേക്ക് വന്ന പണ്ട് പത്രത്തിൻ്റെ ആ ഒരു കുഞ്ഞ് കാർട്ടൂൺ കോളമായിരുന്നെങ്കിൽ ഇന്നത് സോഷ്യൽ മീഡിയ മുഴുവൻ റീലുകളും ട്രോളുകളും വരാറുണ്ട്. അത് ഒരാൾ മാത്രമല്ല, എല്ലാവരും കാണും, ഫോർവേഡ് ചെയ്ത് വരും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഈ ട്രോളുകൾ ശരിക്കും സാറ് കാണുമ്പോൾ ചിരിക്കുകയാണോ ചെയ്യാറ്, അതോ ഇവനൊന്നും ഒരു പണിയില്ലേന്ന് ചിന്തിക്കുവാണോ, അതോ കൊള്ളാലോ? ഞാൻ രണ്ടാമത്തെയാണ് ചിന്തിക്കാറ്, ഇവർക്കൊന്നും വേറെ പണിയില്ലെന്ന് ചിന്തിക്കാറുണ്ട്. ഇത്ര സമയം എവിടെ നിന്ന് ഉണ്ടാക്കുന്നു എന്നുള്ളത് അതിനെ അഫക്റ്റഡ് ആവാറുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, ഞാനത് ശ്രദ്ധിക്കാറില്ല. നേരെ മറിച്ച് അങ്ങനെ തിരുത്തേണ്ടതാണ് എന്ന് തോന്നിയാൽ തിരുത്താറുണ്ട്. എന്നാൽ ഞാൻ പറയുന്നത് മാത്രം ശരിയെന്ന് ഞാൻ തീരുമാനിക്കാറില്ല. ഞാനൊരു കാര്യം പറയും, അപ്പോൾ അതിൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് തിരുത്തേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ തിരുത്താറുമുണ്ട്.
നേരിട്ട് ആരോടെങ്കിലും പറയാറുണ്ടോ വിമർശിക്കുന്ന സമയത്ത്? നേരിട്ട് വിമർശിക്കുന്ന ആളുകളോട് നേരിട്ട് എപ്പോഴെങ്കിലും ഇല്ല, ഞാൻ ഒരിക്കലും അത് പറയാറില്ല. പക്ഷേ അങ്ങനെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ചിലപ്പോൾ അറിയപ്പെടുന്ന രാഷ്ട്രീയക്കാർ ചിലപ്പോൾ കാണുമ്പോൾ ഒന്ന് മുഖം കറുപ്പിക്കും. അപ്പോൾ എന്താ ഇയാളുടെ മുഖത്തിന് അഥവാ സാറ് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല അതിൻ്റെ ആണ്. സാറിൻ്റെ ആയതുകൊണ്ട് നല്ല സാധ്യതയുണ്ട്. ഞാൻ കേട്ടിടത്തോളം ഇവരൊന്നും പറഞ്ഞാൽ സാർ കേൾക്കില്ല എന്നും പറയാറുണ്ട്. നിങ്ങളുടെ അടുത്ത് നിവേദനങ്ങളൊക്കെ ആയിട്ട് ആളുകൾ വരാറുണ്ടോ അച്ഛൻ്റെ അടുത്തേക്ക് കൊടുക്കാനായിട്ട്? നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ അല്ലാണ്ട് അച്ഛനോട് പറയണോ, കാര്യം സാധിക്കണം? അല്ല, അങ്ങനെ പറഞ്ഞിട്ട് വരും. പക്ഷെ അപ്പോൾ ഒക്കെ ഞങ്ങൾ പറയാറില്ല, നേരിട്ട് അച്ഛനോട് തന്നെ ഇതാക്കിക്കോളൂ. കാരണം അച്ഛനെ കാണാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് അച്ഛനോട് തന്നെ ഇതായിട്ട് പറയാം. പിന്നെ ചില കാര്യങ്ങൾ പറയും, അച്ഛനോട് പറയണം ഇങ്ങനെ ഒരു നിലപാട് എടുക്കരുത്. അപ്പോൾ അവരെയും കൂട്ടിയിട്ട് ഞാൻ പോവും, ഇതാ ഞാൻ അച്ഛനോട് പറയാം. പിറ്റേന്നും അച്ഛൻ അത് തന്നെ ചെയ്യും. അപ്പോൾ അവർ വന്നിട്ട് പിന്നെ വേറെ ഒന്നും പറയില്ല. ഒരു കാര്യം കൂടെ, ഈ വളരുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ അമ്മ ഒരു ടീച്ചറായിരുന്നു. അതുകൊണ്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്രയും പിള്ളേരെ 3000 പിള്ളേരെ എൻ്റെ സ്കൂളിലുള്ള അവരുടെ മുന്നിൽ എനിക്കിത് നേരത്തെ മാം പറഞ്ഞ പോലെ തന്നെ അവസാനം നീ കുസൃതി കാണിച്ചത് പക്ഷെ എനിക്ക് അവരോട് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മളിത് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മയുടെ വഴക്കെന്നുള്ള ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ ചെറുപ്പം തൊട്ട് പറഞ്ഞല്ലോ നല്ല 2 പിള്ളേരായിരുന്നു എന്നുള്ളത്. സ്വയം ഈ അവബോധം നമ്മളോട് തന്നെ പറഞ്ഞതാണോ? ഞാനായിട്ട് ഇത് ചെയ്ത് അച്ഛനൊരു ചീത്തപ്പേര് വരണ്ടെന്ന് നമ്മൾ സ്വയം ചിന്തിച്ചതാണോ? ചിലപ്പോൾ വളർത്തേൻ്റെ രീതി ഇരിക്കും. കാരണം ഞങ്ങൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് തന്നെ ഇല്ല. കാരണം നമ്മൾ നേരെ സ്കൂളിൽ പോകും, ഇനി തിരിച്ച് വീട്ടിൽ വന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ. അത്ര ഒരു ഇതായിട്ടേ ഉള്ളൂ. അല്ലാതെ നമ്മൾ സ്വയം നമ്മളൊരു സീസൺ ചെയ്തെടുക്കുക അങ്ങനെയൊന്നും ഇതായിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ പറയല്ലോ, ഒന്നിനെ പറ്റിയും നമ്മൾ അന്നും കുട്ടിക്കാലത്തും നമ്മളൊരു കാഴ്ചപ്പാട് അങ്ങനെയായിരുന്നു. വലിയ നമ്മൾ ബോധമല്ലായിരുന്നു ഒന്നിനെ പറ്റിയിട്ടും. ആ സ്കൂളിൽ പോവുക, തിരിച്ച് വരിക, നമ്മളെങ്ങനെയാണോ അതേപോലെ പെരുമാറുക, അത്രയേ ഉള്ളൂ. കാരണം തിരിച്ചു വന്നിട്ട് വേണം അച്ഛൻ ടി വിയിൽ എന്തൊക്കെ പറഞ്ഞു എന്നുള്ള ടി വിയിൽ നോക്കാൻ. ശരി, കഴിഞ്ഞു. എന്നും പുതിയ കാര്യങ്ങളുണ്ട്. അതെ അതെ. ഞാൻ ഇത്രയും നേരം ഞാൻ ആലോചിക്കായിരുന്നു, ഇത്രയും പേഷ്യൻ്റ് ആയിട്ട് അനുഗ്രഹ എങ്ങനെ ഇത്ര നേരം ഇരുന്നു ഇതെല്ലാം കേട്ടിട്ട്. അനുഗ്രഹ ഏത് ക്ലാസ്സിലാ? ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. അനുഗ്രഹ ഡാൻസ് ചെയ്യൂലേ? ഏതാ പഠിക്കുന്നത്? ഭരതനാട്യം. ആണോ? ഇപ്പം അരങ്ങേറ്റമായോ? നെക്സ്റ്റ് ഇയർ അല്ലേ? ആണോ? നെക്സ്റ്റ് ഇയർ അരങ്ങേറ്റം. ഞാൻ പഠിച്ച സെയിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ എൻ്റെ ഗുരുനാഥ മിനി രാധാകൃഷ്ണൻ മാമിൻ്റെ അടുത്ത് തന്നെയാണ് അവളും കൊച്ചും പഠിക്കുന്നത്. ഏത് പ്രായത്തിൽ തുടങ്ങി? അവള് ഇപ്പോൾ ഒരു 2 months-ആയി. ഞാൻ ഒരു 4.5 years തൊട്ട് ഞാൻ പഠിക്കുന്നത്. 4.5 വയസ്സ് തൊട്ട്. 4.5 വയസ്സ് തൊട്ട് മാമിൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ പഠിക്കുന്നത്. അപ്പം മാമിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് കൈരളി ആർട്സ് സെന്ററിൽ തന്നെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഡാൻസറാണ്. ഇത്രയും സൈലന്റ് ആണോ എപ്പോഴും? അല്ലല്ല, ഇതൊരു മോർണിംഗ് ടൈം ആയതുകൊണ്ട് ഒരു അതെ. ബട്ട് അവള് ഭയങ്കര അച്ഛൻ അച്ഛമ്മയായിട്ട് വളരെ എന്താണ്. ഇത് 2 പേരക്കുട്ടിയുള്ളത്. മറ്റേ രണ്ടാമത്തെ മകൻ്റെ മോനുണ്ട് സൈനു ബേബി. അവനും അങ്ങനെ തന്നെയാ. അവനും അച്ചാച്ചനും അച്ഛമ്മയോടാണ് അഫെക്ഷൻ കൂടുതൽ. അച്ഛമ്മയും അവര് വരച്ച വരെ നിർത്തുവാണോ അതോ നിങ്ങൾ വരച്ച വരയിൽ അവര് പോവാണോ? അവര് വരച്ച വരയിൽ നമ്മള് അച്ഛൻ ഫാദർ അധികം പുള്ളി എപ്പോഴും ട്രാവലും പരിപാടിയൊക്കെ ആയിരുന്നല്ലോ. ഗ്രാൻഡ് ഫാദർ ആയപ്പോ വ്യത്യാസം എങ്ങനെയാ? He always comes home. ഫാദർ ആയപ്പോ ഒരു കുഴപ്പം എന്താന്ന് പറഞ്ഞാല് ഇവരുടെ കൂടെ തന്നെ കൂടുതൽ സമയം കഴിയണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഞാനിപ്പോ എൻ്റെ രണ്ടാമത്തെ മകനും അവൻ്റെ വൈഫും മോനും കോഴിക്കോടാണ്. ഇപ്പോൾ കോഴിക്കോട് പോകുമ്പോൾ ഹാഫ് ഡേ പേരക്കുട്ടിക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുക. കാലത്തെ പത്രവായന വരെ അവൻ ഉറങ്ങിയതിന് ശേഷം ഞാൻ പത്രം വായിക്കാറുള്ളൂ. ഇതൊന്നും മക്കളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഞങ്ങള് വെക്കേഷന് രണ്ടാമത്തെ മകൻ ഇടയ്ക്ക് പറയും ഞങ്ങളോടൊന്നും ഈ സ്നേഹം കാണിച്ചിട്ടില്ലല്ലോ. അടിച്ചിട്ടുണ്ടോ? ഇല്ല, മക്കളെ ഞാൻ തല്ലിയിട്ടില്ല. അതൊരിക്കലും മക്കളെയോ അല്ലെങ്കിൽ ആരും തല്ലുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അടിക്കണമെങ്കിൽ വീട്ടിൽ വേണ്ടേ, അപ്പോഴല്ലേ അടിക്കാൻ പറ്റുക. അതും പുറത്തായതുകൊണ്ട് അടിക്കാൻ ബ്ലൂടൂത്ത് വഴി വേറെ ഓപ്ഷനൊന്നുമില്ല. പൊതുവെ ഒരു ഫ്രണ്ട്ലി നമ്മളല്ല ഇങ്ങനെ ബഹളങ്ങൾ അങ്ങനെ ഒന്നുമില്ല. ഭയങ്കര ഫ്രണ്ട്ലി ഇതാ. അത് ഇപ്പൊ കണ്ണേട്ടനാണേലും അനിയൻ ശബരിനാഥ് ആണേലും ഭയങ്കര ഒരു ഫ്രണ്ട്ലി. ഇപ്പൊ അമ്മ അച്ഛനൊക്കെ ആണേലും ഇങ്ങനെ ബഹളങ്ങളല്ല, വെരി ഫ്രണ്ട്ലി, വെരി കാമാണ് വീട്ടില്. ഭയങ്കര കാം ഇതാണ്. ഇപ്പൊ മോളാണേലും അവള് വന്നു കഴിയുമ്പോ ഇപ്പൊ പറഞ്ഞല്ലോ ഗ്രാൻഡ് ഫാദർ ആയതിന് ശേഷമുള്ളത് അച്ഛൻ എങ്ങനെയെങ്കിലും ആ ഒരു ഗ്രാൻഡ് ചിൽഡ്രൻ്റെ അടുത്ത് ഒന്ന് സ്പെൻഡ് ചെയ്യാൻ മാക്സിമം ടൈം അച്ഛൻ അതിന് വേണ്ടി ശ്രമിക്കുന്നു. അതാണ് ദുബായിലേക്ക് വിദേശ യാത്ര വരുമ്പോ താല്പര്യമൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ ദുബായിൽ വരുള്ളതുകൊണ്ട് ഒരു ഡേ നമ്മുടെ ഒപ്പം ഫുൾ
മാക്സിമം. അന്നാണ് അച്ഛൻ സത്യം പറഞ്ഞ തിരക്കൊന്നും ഇല്ലാണ്ട് വി ആർ ഗെറ്റിംഗ് ഹിം ഫുള്ളി.